Dear students, welcome to another session of DBDO class. In this session, we are going to familiarize character recognition technology. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ടെക്നോളജി എന്ന വിഷയമാണ് പരിചയപ്പെടുന്നത്. ലുക്ക് ഇൻ ടു ഹാൻഡ് റൈറ്റിംഗ് ഓഫ് എനി ടു ഓഫ് യുവർ ഫാമിലി മെമ്പേഴ്സ്. It is different. Each alphabet will be written by each person differently. But our brain can recognize them. നിങ്ങൾ നമ്മളുടെ ഫാമിലിയിലെ ഏതെങ്കിലും രണ്ട് ആൾക്കാരുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ക്യാരക്ടേഴ്സും ഓരോ ആൽഫബറ്റ്സും ഡിഫറെൻ്റ് ആയിട്ടാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവുക. But even if it is written differently, our brain can recognize them. That is the case with a human being. But can a computer do this? The solution for this is character recognition. The conversion of images of handwritten or printed characters into text data. നമ്മുടെ കമ്പ്യൂട്ടറിന് ഡേറ്റ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെത്തേഡാണ് ക്യാരക്ടർ റെക്കഗ്നിഷൻ. എന്താണ് ക്യാരക്ടർ റെക്കഗ്നിഷൻ? ഇറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് ഇമേജസ് ഓഫ് ഹാൻഡ് റിട്ടൺ ഓർ പ്രിൻറ്റഡ് ക്യാരക്ടേഴ്സ് ഇൻ ടു ടെക്സ്റ്റ് ഡേറ്റ. നമ്മളുടെ ഹാൻഡ് റിട്ടൺ ആയിട്ടോ പ്രിൻറ്റഡ് ആയിട്ടോ ഉള്ള ടെക്സ്റ്റിൻ്റെ ഇമേജസിനെ ഡേറ്റയാക്കി ടെക്സ്റ്റ് ഡേറ്റയാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. The most commonly used character recognition technology is optical character recognition. The electronic or mechanical conversion of images of typed, handwritten or printed text into machine encoded text. നമ്മൾ ക്യാരക്ടർ റെക്കഗ്നിഷനെ യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ OCR എന്ന് അറിയപ്പെടുന്നു. OCR എന്നാൽ പ്രിൻ്റഡോ ഹാൻഡ് റിട്ടണോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തതോ ആയ ഇമേജുകളെ ഇലക്ട്രോണിക് ഫോമിലേക്ക് മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. The source image can be a scan document, a photo of a document, a scene photo or from subtitled text superimposed on an image. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കൺവേർട്ട് ചെയ്യുന്ന സോഴ്സ് ഇമേജ് എന്ന് പറയുന്നത് ഒരു സ്കാൻ ഡോക്യുമെൻ്റ് ആവാം, ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഫോട്ടോയാവാം, ടെക്സ്റ്റുകൾ പിക്ചറുകളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കുന്നതാണ്. ഇവയെ മെഷീൻ എൻകോഡഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്യുന്ന റെക്കഗ്നൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന് അറിയപ്പെടുന്നത്. It is a common method of digitizing printed text so that they can be electronically edited, searched, stored more compactly, displayed online and used in machine processing, etc. In optical character recognition, printed ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഡിജിറ്റൈസ് ചെയ്യും, ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. For what purpose? It can be electronically edited using proper applications, or we can search for some data in it. It can be stored more compactly compared to their handwritten or document form. It can be displayed online, etc. For all these purposes, we can use this optical character recognition method. OCR systems are made up of a combination of hardware and software. OCR എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് a combination of hardware and software ആണ്. This will convert physical documents into text understandable by computers. നമ്മളുടെ കയ്യിലുള്ള ഹാൻഡ് റിട്ടൺ ഓർ പ്രിന്റഡ് ഓർ ടൈപ്ഡ് ഇൻ ഡോക്യുമെൻറ്റുകളെ
കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലുള്ള ടെക്സ്റ്റുകളാക്കി മാറ്റുന്നു. The main hardware part of an OCR system is a scanner. നമ്മൾ പറഞ്ഞു OCR സിസ്റ്റം ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വർക്കാണെന്നുള്ളത്. അതിലെ മെയിൻ ഹാർഡ്വെയർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു സ്കാനർ ആയിരിക്കും. ഇറ്റ് കൺവേർട്ട്സ് ദ ഫിസിക്കൽ ഡോക്യുമെൻ്റ് ഇൻ ടു എ സ്കാൻഡ് ഇമേജ്. സ്കാനറിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഫിസിക്കൽ ഡോക്യുമെൻറ്റുകളെ സ്കാൻഡ് ഫോമിലേക്ക് മാറ്റുന്നു. Here we can see a scanner. One type of scanner is this, and on the right side you can see a scanned image. This is a part of a document scanned by a scanner. Then once the hardware is translated the digital document into digital form, the OCR software analyzes the scanned image for light and dark areas, where the dark areas are identified as characters and the light areas are identified as background. So once നമ്മുടെ സ്കാനർ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ OCR സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും? It will analyze the scanned image. We can see the light and dark areas. ഡാർക്ക് ഏരിയാസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യും. വേറാസ് ലൈറ്റ് ഏരിയാസ് ആർ ഐഡൻറ്റിഫൈഡ് ആസ് ബാക്ക്ഗ്രൗണ്ട്. ലൈറ്റ് ഏരിയാസ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡിറ്റക്ട് ചെയ്യപ്പെടേണ്ടാത്ത മേഖലകളായി അറിയപ്പെടുന്നു. The dark areas are then processed further to find the alphabets or digits. ഡാർക്ക് ഏരിയയിലുള്ളത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യേണ്ട പാറ്റേൺസ് ആയിരിക്കും. So they are processed for finding alphabets and digits. അതിനകത്ത് ആൽഫബറ്റ്സിനെയും ഡിജിറ്റ്സിനെയൊക്കെ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഇതിനെ വീണ്ടും പ്രോസസ്സ് ചെയ്യുന്നു. Early versions needed to be trained with images of each character and worked on one font at a time. നമ്മുടെ OCR സിസ്റ്റത്തിൽ പഴയ വേർഷനുകളിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ക്യാരക്ടർ ഇമേജ് സ്റ്റോർ ചെയ്ത് ആ ഒരു ഫോൺ പാറ്റേണിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. എന്നാൽ അഡ്വാൻസ് സിസ്റ്റംസ് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് എ ഹൈ ഡിഗ്രി ഓഫ് റെക്കഗ്നിഷൻ ആക്യുറസി. പുതിയ OCR സിസ്റ്റത്തിൽ ഇറ്റ് ഹാസ് എ ഹൈ ഡിഗ്രി ഓഫ് റെക്കഗ്നിഷൻ, കൂടുതൽ മെച്ചപ്പെട്ട റെക്കഗ്നിഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. വേർ it works for most fonts and support for a variety of digital image file formats. So, different types of ഫോണ്ടുകൾ സപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വേരിയസ് ഫയൽ ഫോർമാറ്റുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OCR softwares use different techniques to find characters. OCR software പല മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്യാരക്ടേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്നത്. One technique is to compare parts of current scanned image with the set of characters stored in a database. First method എന്ന് പറയുന്നത് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ പാറ്റേൺ നമ്മൾ ഇപ്പോൾ സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റിലെ ക്യാരക്ടർ പാറ്റേണുമായി കമ്പയർ ചെയ്യുന്നു. If it matches, identify that part as the matched character. നമ്മൾ ഈ ചെക്ക് ചെയ്യുമ്പോൾ മാച്ചിങ് ആയിട്ടുണ്ട് എങ്കിൽ അതിനെ പർട്ടിക്കുലർ ക്യാരക്ടറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഡിറ്റക്ട് ചെയ്യുന്നു. ദിസ് ഈസ് വൺ മെത്തേഡ്. അനദർ മെത്തേഡ് ഈസ് ഹാവ് എ പ്രോഗ്രാം വിച്ച് ഡിഫൈൻസ് ഹൗ ഈച്ച് ക്യാരക്ടർ ഷുഡ് ലുക്ക് ലൈക്ക്. ഓരോ ക്യാരക്ടറും എങ്ങനെയായിരിക്കും എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇസ് ദർ. ദിസ് വിൽ അനലൈസ് ഈച്ച് ഡാർക്ക് പാർട്ട് ഓഫ് ദ കറന്റ് ഡോക്യുമെന്റ് ആൻഡ് ഡിറ്റർമിൻ വിച്ച് ക്യാരക്ടർ ഇറ്റ് ക്യാൻ ബി. ഇപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തെടുത്ത പ്രസൻറ്റ് ഡോക്യുമെൻറ്റിലെ ഡാർക്ക് ഏരിയ അനലൈസ് ചെയ്യുന്നു ആൻഡ് ഡിറ്റർമിൻ വിച്ച് ക്യാരക്ടർ ഇറ്റ് ക്യാൻ ബി. അതേത് ക്യാരക്ടർ ആകാനാണ് സാധ്യത എന്ന് തീരുമാനിക്കുന്നു. വൺസ് എ ക്യാരക്ടർ ഈസ് ഐഡൻറ്റിഫൈഡ്, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ഫോമാറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ടു ഹാൻഡിൽ ഫർദർ മോഡിഫിക്കേഷൻസ്. ഒരു ക്യാരക്ടർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, it is then converted into
a format that can be used by computer system. Computer systems മനസ്സിലാവുന്ന ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു so that it can be used for further modifications. മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രോസസ്സുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതിന് കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. Another type of character recognition technique is intelligent character recognition. We can consider it as an advanced OCR method. Traditional OCR-നേക്കാളും കുറച്ചുകൂടെ വ്യത്യാസമുള്ള ഒരു മെത്തേഡ് ഓഫ് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ് intelligent character recognition. This allows fonts and different styles of handwriting to be learned by a computer during processing to improve accuracy and recognition levels. In intelligent character recognition, normal ഫോണ്ടുകളും ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഹാൻഡ് റൈറ്റിങ്ങും പ്രോസസ്സിങ് ടൈമിൽ പുതുതായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന രീതിയിൽ ലേൺ ചെയ്ത് മുമ്പോട്ട് പോകുന്ന രീതിയിൽ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് വിൽ ഇംപ്രൂവ് ദ ആക്യുറസി ആൻഡ് റെക്കഗ്നിഷൻ ലെവൽ. സോ ഏത് സിറ്റുവേഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹാൻഡ് റൈറ്റിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഫോൺ പാറ്റേൺ ഡിറ്റക്റ്റ് ചെയ്യാനും അതനുസരിച്ച് മുമ്പോട്ട് പ്രോസസ്സ് ചെയ്ത് പോകുവാനും ഈ ICR സിസ്റ്റംസിന് capacity ഉണ്ടായിരിക്കും. ICR software has a self-learning system referred to as neural network, which automatically updates the recognition database for new handwriting patterns. But ICR software capability endana? It will use a neural network structure. What is its advantage? It will automatically update the recognizing database. നമ്മളൊരു സ്റ്റോർഡ് പാറ്റേൺ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു വെനെവർ ഇറ്റ് ഫൈൻഡ്സ് എ ന്യൂ ഹാൻഡ് റൈറ്റിംഗ് പാറ്റേൺ. ഒരു പുതിയ പാറ്റേൺ എപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്താലും ദാറ്റ് വിൽ അപ്ഡേറ്റ് ദ ഡേറ്റാബേസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ഫ്യൂച്ചർ റെഫറൻസസ്. ദിസ് ഹെൽപ്സ് മോർ ഇൻ ഐഡൻറ്റിഫൈങ് ഹാൻഡ് റൈറ്റിംഗ് പാറ്റേൺസ്. സോ ഈ ഒരു മെത്തേഡ് അതുകൊണ്ട് തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഡിറ്റക്ട് ചെയ്യാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ മോർ ഹെൽപ്ഫുൾ ആണ്. Next, we look into the advantages of character recognition. Converting printed documents into a form that can be edited with word processor. Word processors use ചെയ്തുകൊണ്ട് നമ്മുടെ printed documentsനെ എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ലഭ്യമാക്കുന്നു. Changing documents into text that can be read aloud by a computer to visually impaired or blind users. വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള യൂസേഴ്സിന് പ്രിൻ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിനകത്തുള്ള ടെക്സ്റ്റ് വോയിസ് ഫോമിൽ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സ്റ്റോറിംഗ് ഹിസ്റ്ററിക് ഇൻഫർമേഷൻ സച്ച് ആസ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് ഓർ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഇൻ എ ഫോം ദാറ്റ് അലൗസ് സെർച്ച് ആൻഡ് എഡിറ്റ് ഓപ്പറേഷൻസ്. നമുക്ക് ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും അതുപോലെയുള്ള മറ്റ് വാല്യുബിൾ ഡോക്യുമെൻറ്റ്സ് ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നു. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫ്യൂച്ചർ സെർച്ചിങ് ഓൺ എഡിറ്റിംഗ് ഓപ്പറേഷൻ. ഭാവിയിൽ പിന്നീട് അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള സെർച്ചിങ് നടത്താനും മോഡിഫിക്കേഷൻസ് വരുത്താനും ഒക്കെ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ വെഹിക്കിൾ നമ്പേഴ്സ് ഫ്രം നമ്പർ പ്ലേറ്റ്സ്. വെഹിക്കിൾസിൻ്റെ നമ്പർ പ്ലേറ്റ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വെഹിക്കിൾ നമ്പേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നു. Data entry for business documents, for example, check, passport, invoice, bank statement and receipt. ചെക്കുകൾ, പാസ്പോർട്ട്, ഇൻവോയ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയ ബിസിനസ് ഡോക്യുമെൻറ്റുകളുടെ ഡേറ്റ എൻട്രിയിൽ സഹായിക്കുന്നു. Along with the advantages, this character recognition has certain challenges also. ഗുണങ്ങളുള്ളതുപോലെ തന്നെ ക്യാരക്ടർ റെക്കഗ്നിഷൻ ടെക്നിക്കിന് challenges ഉണ്ട്. Some of them are, it usually gives accurate results for printed documents. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് പ്രിന്റഡ് ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും. ഡിഫിക്കൽട്ട് ടു റെക്കഗ്നൈസ് ക്യാരക്ടേഴ്സ് ഫോർ ഹാൻഡ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ്. ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളിൽ സംടൈംസ് റെക്കഗ്നേഷൻ ഡിഫിക്കൽട്ട് ആവാറുണ്ട്. ലൈക്ക് poor quality of writing, illegible writing, etc. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ
നമുക്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ബുദ്ധിമുട്ടായി മാറാറുണ്ട്. Similarly, joint or cursive handwriting can also cause issues. Cursive writing ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും നമ്മൾ കുട്ടികൾ. അപ്പോൾ cursive writing ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴും പലപ്പോഴും ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. Another type of recognition technique is signature recognition. Like our handwriting, signature is also unique for a person. That all of us know. ഓരോരുത്തരുടെയും ഹാൻഡ് റൈറ്റിംഗ് പോലെ തന്നെ സിഗ്നേച്ചറും യൂണീക്ക് ആയിരിക്കും. സോ വി ക്യാൻ യൂസ് ദി സിഗ്നേച്ചർ ഇൻ ബയോമെട്രിക് ആപ്ലിക്കേഷൻസ് ടു ഐഡൻറ്റിഫൈ ഇൻഡിവിജ്വൽസ്. ഓരോരുത്തരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ബയോമെട്രിക് ആപ്ലിക്കേഷനുകളിൽ നമുക്ക് സിഗ്നേച്ചർ ഒരു ബയോമെട്രിക് ഡാറ്റ ആയിട്ട് യൂസ് ചെയ്യപ്പെടും. ദ ടെക്നോളജി ഈസ് സിമിലർ ടു ക്യാരക്ടർ റെക്കഗ്നിഷൻ. ദ സിഗ്നേച്ചർ റെക്കഗ്നിഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നിഷൻ പോലെ തന്നെ ഒരു ക്യാരക്ടർ റെക്കഗ്നിഷൻ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സിഗ്നേച്ചർ റെക്കഗ്നിഷൻ ഐഡൻറ്റിഫൈസ് ദ ഓണർഷിപ്പ് ഓഫ് സിഗ്നേച്ചർ. ഒരു സിഗ്നേച്ചർ ആരുടെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് സിഗ്നേച്ചർ റെക്കഗ്നിഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. Two types of signature detection systems are commonly used. സാധാരണയായിട്ട് രണ്ട് രീതിയിലുള്ള സിഗ്നേച്ചർ ഡിറ്റക്ഷൻ സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. One is offline systems. Here the users write their signature on paper and scans it through a scanner or camera. The biometric system recognizes the signature by analyzing its shape. Offline systemൽ യൂസേഴ്സ് we are placing a signature on paper. നമ്മൾ ഒരു പേപ്പറിൽ സൈൻ ചെയ്യുന്നു. That sign is scanned through a scanner. Then the biometric system recognizes the signature by analyzing the shape. സിഗ്നേച്ചറിൻ്റെ ഷേപ്പ് അനലൈസ് ചെയ്തുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യും. Another method is online systems where there is a direct assessment or direct recognition. Here the users write their signature in a digital device like tablet or PDA. യൂസർ ടാബ്ലറ്റിലോ PDAയിലോ നമ്മുടെ സിഗ്നേച്ചർ റൈറ്റ് ചെയ്യുന്നു using an electronic pen called stylus, and it is directly detected. Then signature recognition has certain challenges like our handwritten data identification. There can be problem of clarity or illegibility. Even though we have such challenges, we can use this signature recognition technique for identifying individual users in biometric applications. These two are the common recognition technique in character recognition method. Thank you.